എല്ലാവിധ സപ്പോർട്ടും തരുന്ന ജ്വാല ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ ഡോക്ടർ ചെറിയാന്, അതേപോലെ ജഗതി മാഷ് ജോസഫ് ചേർന്ന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ സോണ, താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഇങ്ങനെ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു താല്പര്യം ഉണ്ടാകാനുള്ള ഞാനും ഞങ്ങൾ 13 വർഷം ഓസ്ട്രേലിയയിൽ, അവിടെ 8 വർഷം ഓഡിയോളജിസ്റ്റായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അവിടെയാണ് ഓഡിയോളജിയുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞത്. ഞങ്ങൾ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരു കുട്ടി പോലും നല്ല രീതിയിൽ അവർ ഭാഷ സംസാരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പിള്ളേർക്ക് സിവിയർ ഹിയറിംഗ് ലോസ് ആണ്, അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ട്. ഗവൺമെൻറ് കൊടുക്കുന്ന ബൈലാറ്ററൽ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അച്ഛ അമ്മയെന്ന് പോലും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കാതെ നമുക്ക് അത് കാണുമ്പോൾ അവരുടെ ഒരു ചേതോ വികാരം, ഇവിടെ വന്നിരിക്കുന്ന പല പേരൻസിനോടും ആ കുട്ടികളോട് സംസാരിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകും അവർക്കുള്ള ദുഃഖം. ആ ഒരു ദുഃഖത്തിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ബ്രെയിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഒരു 5 വയസ്സ് വരെയുള്ള അവിടെ ഇയർലി സ്റ്റേജസ് നമുക്ക് ആ ഇൻ്റർവെൻഷൻ കറക്റ്റ് രീതിയിൽ ആ കേൾവിക്കുറവ് കണ്ടെത്തി അവർക്ക് അതിനുള്ള ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ സംസാരിക്കുന്ന പോലെ നല്ല രീതിയിൽ ഈ കുട്ടികളും സംസാരിക്കുമായിരുന്നല്ലോ എന്നുള്ള ഒരു ഇത് ഞാൻ പല TV ചാനലിലും എൻ്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ലാഭവും എടുക്കാതെ ഈ പ്രൊഫഷണൽ ഇതും ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും ഞങ്ങൾ ഈ ഉള്ള കണ്ടിന്യൂയിങ് സപ്പോർട്ടും ഞങ്ങൾ ഇതിൽ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും എടുക്കാതെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇത് മറ്റുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനും അതേപോലെയുള്ള ഗവൺമെൻറ് ഏജൻസികൾക്കും ഇതൊരു മാതൃകയാകട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നമ്മൾ സർക്കാർ കൊടുക്കുന്നത് ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ശ്രവണ സഹായികളല്ല നിലവിൽ. അത് ട്രിമ്മർ ടെക്നോളജി എന്ന് പറയും. ഓഡിയോഗ്രാമിന് യാതൊരു റോളും ഇല്ല. ചുമ്മാ വോളിയം കൂട്ടി വയ്ക്കുന്നു, കുറച്ച് വെക്കുന്നു. പണ്ടത്തെ കാലത്ത് നമ്മൾ വെള്ളെടുത്ത് കണ്ണാടി വഴിയിൽ 10 രൂപയ്ക്കും 12 രൂപയ്ക്കും ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും അങ്ങനെ മേടിക്കില്ല. ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കാഴ്ചക്കുറവ് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത ശേഷമാണ്. മാടത്ത് ജ്വാലയുടെ പ്രതിനിധി എന്ന നിലയിൽ ജ്വാലയുടെ ഒരു ഡോക്ടർ ചെറിയാൻ 2 വാക്ക് പറയാൻ കാരണം തീർച്ചയായിട്ടും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംരംഭം യാഥാർത്ഥ്യമായി മാറില്ല. താങ്ക് യു. ബഹുമാനപ്പെട്ട കോട്ടയം സിറ്റി കൗൺസിലിൻ്റെ ചെയർമാനും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങൾ 3 പേരാണ് ജ്വാലയുടെ ഭാരവാഹികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ബ്രിസ്ബനിൽ 3 വർഷം മുമ്പ് ആരംഭിച്ച ഒരു ചെറിയ ചാരിറ്റബിൾ സംഘടനയാണ് ജ്വാല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു സംഗതി, ജ്വാല ഫോം ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ആളാണ് സലിമോൻ. ഈസ് ദി ഫൗണ്ടിങ് ലീഡർ ഓഫ് ജ്വാല ചാരിറ്റബിൾ സൊസൈറ്റി. അദ്ദേഹം അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. അപ്പം സാലിമോനായിട്ട് അറേഞ്ച് ചെയ്യുന്ന ചടങ്ങിൽ ഞങ്ങൾ വന്ന് സംബന്ധിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ചരിതാർത്ഥ്യമുള്ള സംഗതിയാണ്. ഒരു 6 മാസം മുമ്പ് സലിമോൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സെറ്റപ്പാണ് നമ്മുടെ ഇവിടുത്തേത്. വളരെയധികം കുട്ടികൾക്ക് കേൾവിക്കുറവ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സംഘടന ജ്വാലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ജ്വാലയുടെ ചെറിയ 10-30 പേരുള്ള ഒരു സംഘടനയാണ്, സന്മനസ്സുള്ളവരുടെ ഒരു സംഘടന. അധികമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ചെറിയ ഇവിടെ നാട്ടിലെ കേരളത്തിലെ സഹായം അറിയിക്കുന്ന, സാമ്പത്തികമായിട്ട് സഹായം അറിയിക്കുന്ന രോഗികളെ, വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായം അറിയിക്കുന്നത്, അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടുള്ള ഞങ്ങൾ ഫോം ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളൊരു 10-15 ലക്ഷം രൂപയുടെ ജോലികൾ ചെറിയ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉള്ള സംഘടനയൊന്നുമല്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഗ്രൂപ്പിൻ്റെ ഏതാനും അംഗങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ വളരെ ഓസ്ട്രേലിയൻ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സാമ്പത്തികമായിട്ട് കഴിവുകളുള്ളവർ ഇവിടുത്തെ പൈസ ഇങ്ങനെ കുറേ സംഭാവന ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയല്ല. ഞങ്ങൾ ചെറിയ ചെറിയ ഫണ്ട് റേസിങ് പ്രോഗ്രാംസ് നടത്തി ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു വന്നത്, സലിമോൻ ഇപ്പം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി, ജ്വാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ഒരു 15 കുട്ടികൾക്ക് അറിയിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു
സഹായം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ശരിക്കും നമ്മൾ അവർക്ക് കിട്ടുന്ന ഒരു ഔദാര്യമല്ല ഇത്, അവർക്ക് കിട്ടേണ്ട, അവർക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടോ നമ്മുടെ ഗവൺമെൻറ്റും നമ്മളെ സാമൂഹിക സന്നദ്ധ സംഘടനകളും പലപ്പോഴും അവഗണിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ് ഹിയറിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ പലരും മനസ്സിലാക്കാത്ത, ഞാനൊരു ENT സ്പെഷ്യലിസ്റ്റും കൂടാണ്, പലരും മനസ്സിലാക്കാത്ത ഒരു സംഗതി, വളരെ ബുദ്ധിയുള്ള കുട്ടികളും സ്കൂളിൽ പിന്നോക്കം പോകുന്നതിൻ്റെ കാര്യം അവർക്ക് കേൾവി കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളവരെ ചെറുപ്പത്തിൽ അത് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്താൽ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ ഉന്നത ശ്രേണിയിൽ എത്തേണ്ട പല അർഹതയുള്ള കുട്ടികളാണ് ഈ കേൾവി കുറവുമാലും ബുദ്ധിമുട്ടുന്നത്. അപ്പം അതിന് സലിമൻ തുടങ്ങി വെച്ച സംരംഭം ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങൾക്ക് സലിമനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, നമ്മളിത് ആരംഭിക്കുകയാണ്, ഇത് ഇന്ന് കുറച്ച് കുട്ടികൾക്ക് ഹിയറിംഗ് കൊടുത്തു വിട്ടത് കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല, ഇത് ഇവർക്ക് തന്നെ തുടർന്നുള്ള ചികിത്സ ആവശ്യമാണ്, ഇവർക്ക് നെർവിനുണ്ടാകുന്ന തകരാറ് കാരണമാണ്. അപ്പോൾ ഇവർക്ക് ലൈഫ് ലോങ് ഹിയറിംഗിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യും. സലിമോന് അതിൻ്റെ തുടർന്നുള്ള ഇവരുടെ കുട്ടികൾക്കുള്ള ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങളുടെ സലിമോനോടൊരു കമ്മിറ്റ്മെൻറ്റ് പറയുകയായിരുന്നു, ഈ കുട്ടികളിൽ ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ഡിജിറ്റൽ മോഡലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ച അടുത്ത വർഷം നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഇതിൻ്റെ ഹയർ മോഡൽ 1-2 കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ അടുത്ത വർഷവും ഇതുപോലെ 15 പേർക്കെങ്കിലും ഞങ്ങൾ സുവർണ സഹായികളെ കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ പ്രേരണ ഉണ്ടാകണം. ഇത് ജഗജീവ് മാഷ് കണ്ണൂരിൽ നിന്ന് വന്നതാണ്, ഇതിനു വേണ്ടി മാത്രം വന്നതാണ്, ഇത് തിരിച്ചു പോകും. ജോസൂട്ടി കോട്ടയംകാരനാണ്. ജോസൂട്ടിയും സലിമോനും കൂടാണ് ഇത് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. സലിമോന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സലിമോന്റെ അല്ല, ഈ കുട്ടികളെ 15 പേരെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള സംഗതിയല്ല. ഇവരുടെ എല്ലാം ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഇത് ട്യൂൺ ചെയ്തല്ലേ, പ്രോഗ്രാം ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓരോ കുട്ടികളുടെ പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സലിമോൻ ചെയ്ത, സലിമോനും സെലിനും ചെയ്ത എല്ലാ നല്ല കാര്യത്തിനും നിങ്ങളോട് നന്ദി പറയുന്നു. ബാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഫണ്ടുകളുണ്ട്, അത് വിനിയോഗിക്കുമ്പോൾ അത് കറക്റ്റ് റിസൾട്ട് കിട്ടണം. നമുക്ക് ആ ലൂപ്പ് കംപ്ലീറ്റ് ആണ്. ഇത് ഞങ്ങൾ കൊടുത്തു, കുട്ടി കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. ഇവർ തുടർച്ചയായിട്ട് ആ ലൂപ്പ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ജസ്റ്റ് 1 ഓഫ് ചെയ്തു ഫോട്ടോ എടുത്തു പോയി എന്നുള്ളത് കൊണ്ട് ഒന്നും ആകുന്നില്ല. നമുക്ക് സൗണ്ട് ട്രീറ്റ് റൂം ഉണ്ട്. ഞാൻ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ഒരു ഹാളിൽ വെച്ചാണ് കേൾവി പരിശോധന നടത്തുന്നത്. ഞാൻ കാരണം ഈ പേരൻസിനോട് നമ്മൾ ചെയ്യുന്ന ഇവര് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അവകാശമാണ്. ഇതവര് ആരുടെയും മേഴ്സിയിലല്ല എന്നുള്ള ഒരു ധാരണ നമുക്ക് പൊതുവെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ആൾക്കൊരു ആവശ്യപ്പെടുകയില്ല. ഇറ്റ്സ് മൈ റൈറ്റ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇത് ഞങ്ങളുടെ റൈറ്റാണ്, ഞങ്ങൾക്ക് നല്ല അവബോധമുണ്ട്. നമുക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒഫീഷ്യലിൻ്റെ അടുത്തൊന്നും മറിച്ചൊരു ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. ഞാൻ കാണിക്കാം, ഞാനത് ബൂത്തൊക്കെ കാണിക്കാം. സൗണ്ട് ട്രീറ്റഡ് റൂം ഇവിടെ നമ്മൾ ഇത്രയും പേര് വർത്താനം പറഞ്ഞാൽ പോലും ആ ബൂത്തിൽ ഒരു ഒച്ച ഉണ്ടാവില്ല. അങ്ങനെയുള്ള റൂമിൽ വെച്ചാണ് ഓഡിയോളജി ടെസ്റ്റ് നടത്തുന്നത്. നഗരസഭയായിട്ട് കൗൺസിലിൽ വെച്ച് കമ്മിറ്റിയിൽ വെച്ചിട്ട് സ്പെക്സ് കൊടുക്കുന്ന പോലെ തന്നെ ഈ കാറ്ററാക്ട്, അത് കാറ്ററാക്റ്റിൻ്റെ കാര്യം ചെയർപേഴ്സൻ്റെ ഹസ്ബൻഡ് ഒരു ഐഡിയ പറഞ്ഞായിരുന്നു. അത് ഇതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിൽ മൊത്തം കാറ്ററാക്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഇപ്പോൾ ഇതിന് ചെയ്തതുപോലെ തന്നെ ഈ കുട്ടികളെ ശ്രമം സഹായിക്കുന്നത്. കാരണം പ്രായം ചെന്നവരെക്കാളും പ്രാധാന്യമാണ് കുട്ടികൾ. കാരണം അവരുടെ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അവരുടെ ഭാഷ. മാഡത്തിന്റെ നിങ്ങൾ 2 പേര് സാർ ഞങ്ങളെ കൊണ്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നോ
അത് ഞങ്ങൾ തരാം. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞങ്ങൾ റെഡിയാണ്. ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാബിന് മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സൗജന്യ ശ്രവണ സഹായി എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതിന് ഞാൻ എല്ലാവർക്കും, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്തരം ഒരു സംരംഭം, അതായത് കേൾക്കുക എന്നുള്ളത്, നമ്മൾക്ക് കേൾവിയില്ലാതെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ഒരാൾ പറയുമ്പോൾ ചെറിയ രീതിയിൽ തന്നെ നമ്മൾക്ക് ചെറിയ ഒരു സംസാരം കൊണ്ട് തന്നെ നമുക്കൊന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒന്നും കേൾക്കാൻ പറ്റാതെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു അവബോധവും ഇല്ലാതെ ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഈ കുട്ടികൾക്ക് അവർ സമൂഹത്തിൻ്റെ നല്ല പൗരന്മാരാണ്, അവർക്കും സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ വളർന്നു വരാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിലൂടെ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഇവിടെ സാരമാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തീർച്ചയായും വളരെ അഭിനന്ദനമായ ഒരു പ്രവൃത്തി തന്നെയാണ്. കുട്ടികളെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അവരെ നല്ല രീതിയിൽ നല്ല പൗരന്മാരായി വളർത്തുക, അതിനുവേണ്ടി ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും സാധിക്കുമാറാകട്ടെ, അവർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാൻ കഴിയുമാറാകട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി നമ്മൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആത്മാർത്ഥമായി തന്നെ അതിനുവേണ്ട ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനിയും കൂടുതൽ പേർക്ക് ഇത് കൊടുക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവട്ടെ എന്നും കൊടുക്കാനായിട്ട് അധികം എന്താണ് എക്കണോമിക്കലായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ എന്തെങ്കിലും ഒരു നല്ല നല്ല സൗമനസ്സുള്ളവർ ഇതിലേക്ക് എത്തിച്ചേർത്തിരുന്നു കൂടുതൽ പേർക്ക്. ഇനി ഈ പുതുവർഷത്തിൽ നമ്മൾ 15 പേർക്ക് കൊടുത്ത് ഈ വർഷം തന്നെ കൂടുതൽ പേർക്ക് ഇത് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വേണ്ടി ഒരു ഓസ്ട്രേലിയൻ പ്രസ്മൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്വാല ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിക്ക് ഇത്തരമൊരു സംരംഭത്തിൽ പങ്കുചേരാൻ അവസരം നൽകി തന്നത് സൽമാൻ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയൻ പ്രത്യേകതകൾ അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത കോട്ടയം നഗരസഭ ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുപോലെ നിങ്ങളുടെ ഈ ഹിയറിംഗ് എയ്ഡ് സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികൾക്കുള്ള മാതാപിതാക്കൾ ഈ ചടങ്ങിൽ ഉണ്ടാകുന്ന ജ്വാലയുടെ പേരിൽ സ്നേഹമായ
ഇത് ഏ? കണ്ടെത്തിയത് 3 വയസ്സ് 3 വയസ്സ്. അത്രയും നാളും അത് അറിയുന്നില്ല. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അമ്മ പറയാ എൻ്റെ കുട്ടിക്ക് കേൾവിക്കുറവുണ്ട്, 2.5 വയസ്സ് മുതൽ എനിക്ക് സംശയമുണ്ട്. അമ്മയ്ക്ക് സംശയമുണ്ട്, പക്ഷെ അമ്മയുടെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ പറയുന്നതിന്റെ വെറും തോന്നലാന്ന് പറയും അല്ലേ? അങ്ങനെ പലരും പറഞ്ഞ് അത് വലിയൊരു പ്രഷറാണ്. അമ്മയ്ക്കല്ലേ പക്ഷെ ഇപ്പൊ ഇവിടെ ചെയ്യുന്നില്ല, ഈ ഓട്ടോക്കിസ്റ്റിക് കമ്മീഷൻ ഒക്കെ ചെയ്യുന്നില്ല, റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് വെക്കാൻ മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. വെക്കുന്നുണ്ടല്ലോ. അപ്പം മാക്സിമം പറയണം ഇതേപോലെ ഈ എനിക്കുണ്ടായിരുന്ന അനുഭവം. ഡോക്ടർ ഞാൻ ഓരോ സ്ഥലത്തോട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആദ്യം TJ കൊണ്ടുപോയി, അവിടുന്ന് ശരിയായിട്ട് പിന്നെ ഞാൻ ഡോക്ടറോട് പറയുമായിരുന്നു എനിക്ക് അവിടെ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോകാൻ. അങ്ങനെ ഡോക്ടർ വേറെ വൈറ്റിന്റെ ശ്രവണിയിലോട്ട് വിളിച്ചു. അതൊക്കെ ശരിക്കും ഞാൻ അറിയുന്നത് തന്നെ. മോള് ഉത്സാഹിച്ച് പഠിക്കണം കേട്ടോ. ഉത്സാഹിച്ച് പഠിക്കണം. അമ്മായിമ്മയും ഒക്കെ പറയുന്നത് നിന്റെ വെറും തോന്നലാടി, നിനക്ക് ചുമ്മാ അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴേ അമ്മ ഇനിഷ്യേറ്റീവ് എടുത്തു. പെട്ടെന്ന് തന്നെ അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ആ ഒരു മൂത്തയാൾക്കുണ്ടായിരുന്ന അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു അവനിങ്ങനെയൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ട്